എറണാകുളം ഗുരുവായൂർ റോഡാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഇന്നലെ രാത്രി അർദ്ധരാത്രി 3:15-20 ഇടയിലുള്ള സമയത്ത് തമിഴ്നാട് റോഡിൻ്റെ ബോക്സിൽ നിന്ന് അരി മാറ്റി കയറ്റുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യത്തിനനുസരിച്ച് ഇതിലുള്ള ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ കാണുന്ന വണ്ടി നോ പാർക്കിങ്. വയനാട് എന്ന ഒരു വലിയ സ്ഥാപനം ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലുള്ള വണ്ടി പാർക്ക് ചെയ്തുള്ള സ്ഥലം ഒരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന പൊതുജനങ്ങൾക്ക് ബസ് കയറാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ഇവിടെ നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ടെമ്പിൾ റോഡ്, തൃപ്രയാർ ടെമ്പിൾ റോഡിൽ നിന്ന് വരുന്ന ടി റോഡാണ് ആ ഹൈവേ വരുന്നത്. പഴയ NH അത് ആ വഴി ഒന്ന് ഗുരുവായൂരും ഒന്ന് എറണാകുളത്തേക്കും പോകുന്ന വഴികളാണ്. ഇവിടെ വരുമ്പോൾ വണ്ടി നിർത്താറില്ല. വളരെ ഫാസ്റ്റിലാണ് വണ്ടിയുടെ ഈ ടി റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അനാസ്ഥ ഉണ്ട്. ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അതുപോലെ PWൻ്റെ ഒക്കെ ഡേറ്റുകൾ വെച്ചാൽ വളരെ ഉപകാരമുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ സാധ്യതയുള്ളത്. ആക്സിഡൻറ്റ് ഒരുപാട് ഒഴിഞ്ഞു കിട്ടും. അതുകൊണ്ട് മനസ്സിലാക്കുന്നവർക്ക് അടുക്കണ്ട സാറേ, എടുത്തന്നെ ഇവിടെ തന്നെ. ഇല്ല പാടില്ല. അന്ന് ബോർഡ് കിട്ടിയില്ല. അങ്ങോട്ട് ഉള്ളിൽ എടുത്തിട്ട് പാണ്ടാ
വണ്ടി പാക്കട്ടെ കയറാൻ പറ്റുമോ? അതെങ്ങനെ ഏകോട്ടെ സൈഡ് എത്ര കിട്ടുന്നത് ഞാൻ ഇത് അപ്പം കഴിയാന്ന് പറയാൻ പറ്റില്ല ഒരു കണ്ടെയ്നർ പറഞ്ഞത് എറണാകുളം ഗുരുവായൂർ റോഡാണ് ഈ കാണുന്നത്. ഇത് കാണുന്നത് ഇന്നലെ രാത്രി അർദ്ധരാത്രി 3:15-20 ഇടയിലുള്ള സമയത്ത് നമുക്ക് കമ്മ്യൂണിറ്റി റോഡിൻ്റെ ബോക്സിൽ നിന്ന് അരി മാറ്റി കയറ്റുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യത്തിനനുസരിച്ച് ഇതിലുള്ള ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ കാണുന്ന വണ്ടി നോ പാർക്കിങ് പയങ്ങാർന്ന ഒരു വലിയ സ്ഥാപനം ഉണ്ടായിട്ട് ഫ്രണ്ടിലുള്ള വണ്ടി പാർക്ക് ചെയ്തുള്ള സ്ഥലം ഒരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന പൊതുജനങ്ങൾക്ക് ബസ് കയറാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ഇവിടെ നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ടെമ്പിൾ റോഡ്, തൃപ്രയാർ ടെമ്പിൾ റോഡിൽ നിന്ന് വരുന്ന ടി റോഡാണ് ആ ഹൈവേ വരുന്നത്, പഴയ NH. അത് ആ വഴി ഒന്ന് ഗുരുവായൂരും ഒന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴികളാണ്. ഇവിടെ വരുമ്പോൾ വണ്ടി നിർത്താറില്ല. വളരെ ഫാസ്റ്റിലാണ് വണ്ടിയുടെ ഈ ടി റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അനാസ്ഥ ഉണ്ട്. ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അതുപോലെ PWൻ്റെ ഡേറ്റുകൾ വെച്ചാൽ വളരെ ഉപകാരമുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ നടക്കാൻ സാധ്യത ഉള്ളത്. ആക്സിഡൻറ്റ് ഒരുപാട് ഒഴിഞ്ഞു കിട്ടും. അതുകൊണ്ട് മനസ്സിലാക്കുന്നവർക്ക്
സാധ്യതകൾ ഇവിടെ കുറവാണ്. ആൾക്കാർ പ്രതികരിക്കുന്നില്ല ഒരു കാര്യത്തിൽ. ഈ പ്രതികരിക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് സൗകര്യങ്ങൾ കൂടുക. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കിടക്കുന്ന ഒരു വണ്ടിയിൽ മാറ്റി കഴിഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ യൂണിയൻകാർ വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ആ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്തൂടെ കാണി ബസ് ടിപ്പുന്നു, ഒരു ഭാഗത്തൂടെ ടിപ്പർ ലോറി പോകണം. ഇവരൊക്കെ 80 മൈൽ സ്പീഡാണ് ടിപ്പർ ലോറിയിൽ പോകാൻ സ്പീഡ്. സാധാരണ ഒരു 3 കോടി ജംഗ്ഷനിലൊക്കെ വരുമ്പോൾ സാധാരണ 200 മീറ്റർ അകലിൽ നിന്ന് വണ്ടി 40 മൈൽ സ്പീഡിൽ വരാൻ പാടുള്ളൂ. ഈ 40 മൈൽ സ്പീഡല്ല ഇവിടെ പോകുന്നത്. ഈ റിപ്പയർ സെൻറ്ററിൽ 80-90 മൈൽ സ്പീഡിലാണ് വണ്ടികൾ പോകുന്നത്. ബ്രേക്ക് അടിക്കുന്ന ഒരു രീതി ഇവിടെ ഇല്ല. സമ്പ്രദായം ശരിക്കും പറയുമ്പോൾ ഡ്രൈവർമാരല്ല വണ്ടി ഓടിക്കുന്നത്. വെറുതെ ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് ഡ്രൈവർ സീറ്റിൽ കയറി കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം എന്ന് പറയുമ്പോൾ വണ്ടി മറിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു 5-6 കണ്ടെയ്നർ ടിപ്പർ പോയി. ഈ ടിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 80-90 മൈൽ സ്പീഡിലാണ് പോകുന്നത്. ഒരു വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഉണ്ട്, 4 എണ്ണം. അത് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടിക്കാർക്ക് അതിൻ്റെ നിയമാവശ്യം അറിയണവർക്ക് അതായത് വണ്ടി സ്ലോ ചെയ്ത് പോകുന്ന ഒരു സിഗ്നലാണ് 4 ഇൻഡിക്കേറ്റർ എന്നുള്ളത്. വളരെ എന്താ ഡേഞ്ചർ ആണ് കാണിക്കുന്നത്. അപ്പോൾ വണ്ടി സ്ലോ ആക്കാറുണ്ട്. ഇവിടെ ഒരു വണ്ടി ഇന്നലെ രാത്രി 3:15 തൊട്ടിട്ട് 6 മണി വരെ ഒരു വണ്ടി 4 ഇൻഡിക്കേറ്റർ ഇട്ട് പോകുന്നത് ആരും കണ്ടില്ല. ദൃശ്യങ്ങളിൽ കാണാനും പറ്റില്ല. എന്നാൽ അങ്ങനത്തെ ഇവിടെ വളരെ മോശമാണ്. തൃപ്പൂര സെൻറ്ററിൽ വണ്ടി നോ പാർക്കിങ്ങിൽ വയ്ക്കുക. ബൈക്കുകൾ കണ്ടില്ലേ, ഒരുപാട് ബൈക്കുകളാണ് നോ പാർക്കിങ്ങിലേക്ക്. ബസ് കയറാൻ നിൽക്കണമെന്നുണ്ട്. വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമല്ല. തൃപ്പൂര തളിക്കുളം എന്നുള്ള ബസ് കൊണ്ട് നിർത്തുന്നത് വളരെ കയറിയിട്ടാണ് നിൽക്കുന്നത്. ഇത് കാണുന്നില്ലേ, കണ്ടക്ടറുടെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കണ്ടില്ലേ. ബസ് സ്റ്റോപ്പിൽ ഒരു സ്ഥലത്തൊക്കെ സ്റ്റോപ്പിലാണ് വണ്ടിയുടെ കൊണ്ടേക്കുന്നത്. കണ്ടില്ലേ, പാർക്ക് ഏരിയയിലാണ് വണ്ടി കൊണ്ടേക്കുന്നത്. ഇതിനെ ഇവിടുത്തെ പോലീസ് ഏരിയയുടെ അധികാരികൾ നോക്കിയിട്ട് നിൽക്കുന്ന സമയമാണ് കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ മാറ്റുന്നൊരു കാലഘട്ടം വരണമെന്നുണ്ടെങ്കിൽ ഇനി ശ്രദ്ധയോട്ട് പോലീസ് അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൃപ്പൂർ ടെമ്പിൾ റോഡ്, അതുപോലെ ഗുരുവായൂർ എറണാകുളം റോഡ്, ഗുരുവായൂർ റോഡും ഇത് സ്തംഭിക്കുന്ന ഒരു സ്ഥലമാണ്. മൈമാറിൽ നിന്ന് ആ സ്ഥാപനത്തേക്ക് വരുന്ന ഒരുപാട് കസ്റ്റമറാണ്, അവരാണ് വണ്ടി ഇവിടെ കൊണ്ടു വെച്ചിട്ട് പോണത്. അതുകൊണ്ട് വളരെ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. നോ പാർക്കിൽ നിങ്ങൾ വണ്ടി എങ്ങനെയും ഫൈൻ അടിച്ചു വിടാനുള്ള സംവിധാനം ചെയ്യും.